എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ ഉഴവൂരിൽ നിന്ന് വരുന്നു, കോട്ടയം ജില്ലയിലെ. ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിൽ ദിവ്യകുമാരനും മാതാവിനും കൊടാനും കൂടി നന്ദി പറയുന്നു. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ റഷ്യയിലാണ് MBBS പഠിച്ചത്. ഞാൻ 19 ജൂലൈ 2022 ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് അവിടെ വെച്ചൊരു ഏനൽ ഫിഷർ വരികയുണ്ടായി. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉറപ്പായിട്ട് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഭയങ്കര ആ ഒരു ഏനൽ ഫിഷർ എന്ന് പറയുന്നത് ഭയങ്കര വേദനയാണ്. എനിക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. മമ്മി അപ്പോൾ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. അപ്പോൾ എനിക്ക് നേർച്ച വസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ജൂലൈയിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ ഒന്നാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ഏനൽ ഫിഷർ മാറ്റിത്തരണേന്ന്. എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നു. ഞാൻ തൈലമൊക്കെ പുരട്ടുമായിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടറിനെ കാണിച്ചു. ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും ചെയ്യേണ്ട, ഞാൻ നിനക്കൊരു ഓയിൻമെൻറ്റ് തരാം, അത് പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കുറച്ച് ദിവസം മാത്രമേ അത് പുരട്ടിയുള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞു അത് കുറച്ച് ഒരു 3 months യൂസ് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഹീലാവുമായിരുന്നു. വേദനയൊന്നും എനിക്ക് തോന്നാറേ ഇല്ലായിരുന്നു. സർജറി വേണമെന്നാണ് എൻ്റെ അവിടുന്ന് റഷ്യയിലെ ഡോക്ടർ പറഞ്ഞത്. ഇവിടെ വന്നിട്ട് ഞാൻ ഇന്നേ വരെ അതിന് സർജറി ചെയ്യുമോ അതിൻ്റെ ഫോളോ അപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഡിപ്ലോമയിൽ എനിക്ക് റെഡ് ഡിപ്ലോമ കിട്ടണമെന്ന്. റഷ്യയിൽ 2 ടൈപ്പ് ഡിപ്ലോമയുണ്ട്, റെഡ് ഡിപ്ലോമ, ബ്ലൂ ഡിപ്ലോമ. നമ്മുടെ സ്കോർ അനുസരിച്ചാണ് നമുക്ക് ഡിപ്ലോമ തരുന്നത്. ഇപ്പം നല്ല എക്സലൻ്റ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇയർ തൊട്ട് 6th ഇയർ വരെയുള്ള മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് ഡിപ്ലോമ തരുന്നത്. അപ്പം എനിക്കിത് ലാസ്റ്റ് നിമിഷം 6th ഇയർ ആയ ഒരു സമയത്ത് ഒരു കോൺഫറൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കയറുന്നവർക്കൊക്കെ മാർക്ക് വളരെ കുറവാണ് ആ മാം ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആകെപ്പാട് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഞാൻ ആദ്യത്തെ 5 കൊല്ലം എനിക്ക് നല്ല മാർക്കുണ്ട്. ലാസ്റ്റ് ഒരു ടൈം ആകുമ്പോഴേക്കും എനിക്കത് പോകാമെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അപ്പം ഞാൻ കാശുരൂപമായിട്ടാണ് പോയത്. അതൊരു സത്യമായിട്ടൊരു മിറക്കിൾ തന്നെയാണ്. കാരണം ഞാൻ കയറിയപ്പം എൻ്റെ അടുത്ത് മാം പറയുവാണ്, നിനക്ക് ഡിപ്ലോമ റെഡ് ഡിപ്ലോമയ്ക്ക് വെയിറ്റ് ചെയ്യുന്നതല്ലേ, നിനക്ക് ഞാൻ ആ വേണ്ട സ്കോർ ഇട്ട് തരാമെന്ന് പറയുവാണ്. അപ്പോൾ എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരും എൻ്റെ ഗ്രൂപ്പിലുള്ള ഇവർ തന്നെയായിരുന്നു. അപ്പോൾ അവർക്കും ആ സെയിം മാർക്ക് തന്നെയാണ് കിട്ടിയത്. അപ്പം ഞാനത് അത് വിശ്വസിക്കുന്നത് അത് മാതാവിൻ്റെ കാശുരൂപമായിട്ട് ഞാൻ അകത്ത് പോയതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയൊരു ഡിപ്ലോമയാണെന്നാണ്. ലാസ്റ്റ് എനിക്ക് റെഡ് ഡിപ്ലോമ തന്നെ ഞാൻ അച്ചീവ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അതേപോലെ തന്നെ ഇവിടെ പുറത്ത് പഠിക്കുന്ന MBBS സ്റ്റുഡൻസിന് ഇവിടെ ഒരു ലൈസൻസിങ് എക്സാം ഉണ്ട്, FMG എന്നാണ് പേര്. അപ്പോൾ അത് ഞാൻ എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്നതിൻ്റെ ഉടമ്പടി ഒന്ന് പുതുക്കി ഡിസംബർ 10 ഞാനിവിടെ വന്നത്. ഞാൻ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അച്ഛൻ എനിക്കൊരു കാശുരൂപമായിട്ട് തന്നായിരുന്നു. അപ്പം എക്സാമിന് അത് കൊണ്ടുപോകാൻ ഒന്നും പറ്റത്തില്ല, നമുക്ക് മാലയോ കമ്മലോ ഒന്നും ഇടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചെക്കിംഗ് ആണ്. അപ്പം ഞാൻ ഈ സാക്ഷ്യം കേൾക്കുന്നതിൻ്റെ ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കും. അപ്പോൾ യൂട്യൂബിൽ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു ഇതേപോലെ കാശുരൂപം ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്താണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഞാൻ തലേദിവസമായപ്പോൾ എൻ്റെ അമ്മച്ചി എനിക്കത് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് തരുവാണ് എൻ്റെ കുർത്തിയിൽ. അപ്പോൾ അവിടെ ചെന്ന് ചെക്ക് ചെയ്തു, പക്ഷേ അത് അവരൊന്നും കണ്ടില്ല. അതേപോലെ ഞാൻ കുറച്ച് ഉപ്പായിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ചെക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ചോദിച്ചു എന്താ കയ്യിൽ ചുരുട്ടി പിടിച്ചേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് മാതാവിൻ്റെ ഉപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഉപ്പോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അകത്തൊന്ന് ചോദിച്ചിട്ട് ഇത് കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറയുവാണ് ഇത് കയറ്റിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ 2 സെക്ഷനിലും ഞാൻ കുറച്ച് ഉപ്പായിട്ടാണ് പോയത്. ഉപ്പെല്ലാം ഞാൻ ആ ടേബിളിലും ആ കീബോർഡിലും ഒക്കെ ഞാനിങ്ങനെ കുറച്ച് വെതറി. എക്സാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു. പാടെന്ന് പറഞ്ഞാൽ 300-ൽ 150 മാർക്കാണ് നമുക്ക് ജയിക്കാൻ വേണ്ടത്. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ എഴുതിയത് മാതാവേ നീ എനിക്കൊരു 151 എനിക്ക് തരണേ, പാസ്സാക്കണേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഇതാണ് ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ENT സാർ എപ്പോഴും പറയും സാക്രിഫൈസസ് അട്രാക്ട്സ് ബ്ലെസ്സിങ്സ് എന്ന് പറയും. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ഇട്ട് ഞാൻ പഠിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു സെക്ഷനിൽ 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ ക്വസ്റ്റ്യനിൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് ബുക്കിലൊന്നും ഇല്ലാത്ത കണക്കാണ് എനിക്കത് തോന്നിയത്.
എങ്ങനെ പാസ്സാവുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ മേലായിരുന്നു. അപ്പം ഞാനിങ്ങനെ എനിക്ക് അറിയാൻ മേലാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പം ഞാൻ അച്ഛൻ തന്ന കാശുരൂപത്തെ ഒന്ന് പിടിക്കും, എന്നിട്ട് ഞാൻ മാർക്ക് ചെയ്യും. അങ്ങനെ സെക്കൻഡ് സെക്ഷൻ എത്തിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അങ്ങനെ റിസൾട്ട് വരുവാണ്. റിസൾട്ട് വന്നത് ജാനുവരിയിലാണ്. ഈ ജാനുവരിയിലാണ് റിസൾട്ട് വന്നത്. ആദ്യമേ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് 149 ഞാൻ കണ്ടത്. എൻ്റെ കസിനാണ് ഇരുന്ന് നോക്കിയത്. അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 1 മാർക്കിന് നീ പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ അവിടെ ഇരുന്ന് കരയുവാണ്. അയ്യോ മാതാവ്, എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് നീ 1 മാർക്കാണല്ലോ തട്ടിയെടുത്തേ, അതെനിക്ക് തരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് എൻ്റെ ചുമ്മാ സ്കോർ കാർഡ് ചോദിച്ചു. അപ്പം ഞാൻ അയച്ചു കൊടുത്തു. അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആരെ പറഞ്ഞു നിനക്ക് 149 നിനക്ക് 213 മാർക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീട്ടിലും ആകപ്പാടെ ഒരു മൂകതയായിരുന്നു ഞാൻ ഫെയിലായി എന്ന് കേട്ടപ്പോൾ. പക്ഷേ ഞാൻ നോക്കിയതിൻ്റെ ആപ്ലിക്കേഷൻ ഐ ഡി, റോൾ നമ്പറും ഞാൻ എൻ്റെ റോൾ നമ്പർ കറക്റ്റാണ് അടിച്ചത്. പക്ഷേ എൻ്റെ ആപ്ലിക്കേഷൻ ഐ ഡി ഞാൻ തെറ്റായിട്ടാണ് ഞാൻ അത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഫെയിലായി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ മാതാവ്, ഞാൻ ജസ്റ്റ് 151 ചോദിച്ച സ്ഥാനത്ത് എനിക്ക് 213 മാർക്ക് തന്ന് ഞാൻ FMG ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയറായി. പിന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ എനിക്കൊരു സ്വെല്ലിങ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് എനിക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു. അതെന്താണ്, പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു, ഇനി അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി അതൊരു നിയോഗമായിട്ട് എഴുതി. എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് നിനക്ക് എപ്പോഴും ഫീവറൊക്കെ വരുന്നതിൻ്റെയാ, ജസ്റ്റ് ലിംഫ് നോഡ് ഒന്ന് സ്വെല്ലായിട്ടേ ഉള്ളൂ, വേറെ പേടിക്കാൻ പാകത്തിന് അതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ കൃപാസന മാതാവിനെ പറ്റി പറയുമായിരുന്നു. എനിക്ക് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം ഹിന്ദുസ്, മുസ്ലിംസ് അവരൊക്കെയാണ്. ക്രിസ്ത്യൻസ് വളരെ കുറവായിരുന്നു അവിടെ. എനിക്ക് ഫ്രണ്ട്സായിട്ട് ക്രിസ്ത്യൻസ് ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കും ഈ മാതാവിനെ, അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് അവർ പറയണേ, നിൻ്റെ മാതാവിൻ്റെ അടുത്ത് നീ ഒന്ന് പറയണേ, നമുക്കൂടെയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും, പൈസ ആയിട്ടൊക്കെ കൊടുക്കും. പിന്നെ പത്രമൊക്കെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ഞാൻ അധികം കൊടുത്തിട്ടില്ല, എന്നാൽ എനിക്ക് പറ്റുന്ന ടൈമിൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ പുതിയതൊക്കെ മേടിച്ചിട്ട് ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്ക് കുറച്ച് ആത്മീയമായി കുറേ വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അധികം ബൈബിളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വായിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ കൃപാസനത്തിൽ വന്ന് ഇതിൻ്റെ ഫലമായി ഞാൻ കുറേ ബൈബിൾ വായിക്കും, ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കും. എനിക്ക് കിട്ടുന്ന വചനമെല്ലാം എനിക്ക് ഭയങ്കര അർത്ഥവത്തായിട്ട് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ഇനി ലൈഫ് ലോങ് ഈ ഉടമ്പടി എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇതിപ്പോൾ എനിക്കെല്ലാം കിട്ടിയത് സത്യം പറഞ്ഞാൽ എൻ്റെ വർക്ക് കൊണ്ടല്ല. കാരണം എൻ്റെ വർക്ക് കൊണ്ടാണ് എനിക്ക് എക്സാം ഈസിയായി എനിക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് എക്സാം അത്ര ടഫാണ്. സത്യം പറഞ്ഞാൽ ഇത് നോട്ട് മൈ മെറിറ്റാണ്, ബൈ ഗ്രേസ് തന്നെയാണ്. കാരണം ഞാൻ വീട്ടിൽ വന്ന മമ്മിയോടൊക്കെ പറഞ്ഞപ്പോൾ മമ്മിയും എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് അതാണ് പറഞ്ഞത്, നീ പറഞ്ഞില്ല നിനക്ക് അത്രയും ടഫാണ് എക്സാം, നീ പാസ്സാവുമോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. പക്ഷേ ഈ റിസൾട്ട് വന്നപ്പോൾ ശരിക്കും അതൊരു മാതാവിൻ്റെ തന്നെ ഒരു ഇടപെടലാണെന്ന് അതെനിക്ക് ഇപ്പോഴും ബോധ്യമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 16 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും.